സഭാപ്രസംഗി 7:12 ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിൻ്റെ വിശേഷത. പണമില്ലാത്തതിനാൽ പല സ്വപ്നങ്ങളും നടക്കാതെ പോയി എന്ന് പരിതപിക്കുന്നവരുണ്ട്. പണം പലർക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് പല സങ്കേതങ്ങൾ ജീവിതത്തിന് ആവശ്യമാണ്, അതിലൊന്ന് മാത്രമാണ് പണം എന്നാണ്. ധനം കൊണ്ട് നേടാൻ കഴിയാത്ത ഒട്ടനവധി വിലയേറിയ കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ ധനമില്ലാതെ നടക്കാത്ത കാര്യങ്ങളും ഉണ്ട്. മറ്റാരെങ്കിലും തന്ന എല്ലാ കാര്യങ്ങളും നടത്താമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തികച്ചും ഒരു സ്വപ്നം മാത്രമാകും. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും പണം സമ്പാദിക്കുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമായിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം വല്ലാത്ത കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. എന്തിനാണ് ധനം എന്ന് കൃത്യമായി അറിയാത്തവർക്ക് കൂടുതൽ ഇല്ലാതിരിക്കുന്നതാവും നല്ലത്. ദൈവം സകലത്തിൻ്റെയും ഉടയവനാണെന്നും നമുക്ക് സകലതും നൽകുന്നത് ദൈവമാണെന്നും ദൈവത്തിന് ഹിതകരമായ വിധത്തിൽ അത് ഉപയോഗിക്കണമെന്നുമാണ് നാം പ്രധാനമായും അറിയേണ്ടത്. ജ്ഞാനത്തെ ജീവിതത്തിലെ ഒരു സങ്കേതമായി ഇവിടെ പറയുകയും അതിനെ ധനവുമായി താരതമ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ധനം ചിലപ്പോഴെങ്കിലും ശത്രുക്കളെ സൃഷ്ടിക്കുകയും ധനത്തെ പ്രതി ജീവൻ അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ജ്ഞാനം ജീവനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതും കയ്യിൽ ധനമുണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതുമാണ്. ധനമെന്ന് മാത്രമല്ല, ഏത് കാര്യവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവ് നൽകുന്നതാണ് ജ്ഞാനം. ആകയാൽ എന്തുകൊണ്ടും ജ്ഞാനം ധനത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ജ്ഞാനം സമ്പാദിക്കാൻ നടത്തുന്ന ചെലവ്, സമയം, അധ്വാനം ഇവയൊന്നും വെറുതെയല്ല. അത് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതും സുഖകരവും ആക്കി മാറ്റുന്നു. ഇതൊക്കെയാണെങ്കിലും ജ്ഞാനം കൊണ്ട് പ്രധാനമായും അറിയേണ്ടത് ദൈവത്തെയാണ്. സർവജ്ഞാനിയായ സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തെയും അവിടുന്ന് നൽകുന്ന നിത്യജീവനെക്കുറിച്ചുമുള്ള ജ്ഞാനമാണ് അതിപ്രധാനം. അതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും പ്രയോജനമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.